സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയാണ്. ഇന്നിപ്പം നമ്മുടെ മാധ്യമങ്ങളെല്ലാം കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്നൊരു വാർത്ത കൂടിയാണ്. നമ്മുടെ റാപ്പർ വേടൻ അറസ്റ്റിൽ. ആ വേടൻ്റെ കൈവശം ഉണ്ടായിരുന്നത് 6 ഗ്രാം കഞ്ചാവായിരുന്നു എന്നും ഇവർ 9ഓളം അടങ്ങുന്ന ആളുകൾ ആ റൂമിലിരുന്ന് ഫ്ലാറ്റിലിരുന്ന് കൊണ്ട് കഞ്ചാവ് വലിക്കുകയായിരുന്നു എന്നുള്ളതും പോലീസിന് കണ്ടെത്താൻ സാധിച്ചു. അതേപോലെ തന്നെ വേടനും കൂട്ടരെ സമ്മതിക്കുകയുണ്ടായി. അപ്പോൾ അത് ആരുടെ പക്കൽ നിന്നാണ് കിട്ടിയതെന്നുള്ളൊരു കാര്യം ഇതുവരെയും വന്നിട്ടില്ല. വേടൻ പുറത്തേക്ക് പോലീസുകാർ കൊണ്ടുവരുന്ന സമയത്തൊക്കെയും മാധ്യമങ്ങൾ തടിച്ചുകൂടി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വേടൻ പറഞ്ഞത്, ഞാൻ പോയിട്ട് വന്നിട്ട് എല്ലാവർക്കുമുള്ള മറുപടി തരാം, എനിക്ക് സംസാരിക്കാനുണ്ട് എന്നാണ്. അപ്പോൾ നമുക്കറിയാം വേടൻ എന്ന് പറയുന്നൊരു വ്യക്തി അയാളുടെ ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം കൂടി വരുന്നത്. ആ വന്ന പ്രശ്നം ചെറുതൊന്നുമല്ല, അത്രയ്ക്ക് വലിയ പ്രശ്നം തന്നെയാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളമല്ല, മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം, പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വിഷയമല്ല. പക്ഷേ അത് വലിയൊരു വിഷയമാക്കി തീർക്കണമെന്ന് ഒരു കൂട്ടം ആളുകളുടെ ഒരു പ്രത്യേക താല്പര്യത്തിൻ്റെ പേരിലാണ് വേടനെതിരെ ഈ ഒരു കേസ് എടുത്തിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ തന്നെ സാധിക്കും. കാരണം ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ വേടൻ പറഞ്ഞത്, സിനിമ ചെയ്താൽ ഈടി വരുന്ന കാലഘട്ടമാണുള്ളത്, ഇവിടെ കാരണവന്മാർ ചെയ്യുന്ന മണ്ടത്തരമാണ് എന്നൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രസ്താവനയിൽ അത് ഏകദേശം കൊള്ളേണ്ടവർക്കൊക്കെ കൊണ്ടു, കിട്ടേണ്ടവർക്കൊക്കെ കിട്ടി. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് വേടൻ ഇട്ടൊരു പണി ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ വേടന് നേരത്തെ തന്നെ പണി കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഈ ഒരു പ്രസ്താവന പറഞ്ഞപ്പോൾ തന്നെ വേടന് പണി കിട്ടുമെന്നുള്ള എല്ലാവർക്കും ഉറപ്പായിരുന്നു. അപ്പോൾ അതിന് തക്കതായ രീതിയിൽ നമുക്കത് കൊള്ളേണ്ടവർ തന്നെ ആ പണി വേടനിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് വേടനെ അറസ്റ്റ് ചെയ്തു. സ്റ്റേഷൻ ജാമ്യപ്രകാരം വേടന് പുറത്തു പോകാൻ പറ്റുന്നൊരു കുറ്റമാണെങ്കിലും ആ വേടനെ എങ്ങനെയെങ്കിലും എല്ലാവരുടെയും മുന്നിൽ കരിവാരി തേക്കണം, അല്ലെങ്കിൽ ആ വേടനെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണം, ഉന്മൂലനം ചെയ്യണം എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യത്തോടു കൂടി പോലീസും നമ്മുടെ മാധ്യമങ്ങളും എല്ലാം കൂടി നടത്തുന്ന ഒരു പോരാട്ട നാടകമാണിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അത് തന്നെയാണ് നടക്കുന്നത്. വേടൻ പറയുകയുണ്ടായി, വേടൻ ഇതുപോലെ വലിച്ചിട്ടുണ്ട്. വേടൻ കള്ളത്തരമൊന്നും പറയാൻ നിന്നില്ല, ഓടി ഒളിക്കാനും നിന്നില്ല. ഷൈൻ ടോം ചാക്ക ഓടി പൊള്ളാച്ചി പോയതുപോലെ വേടൻ എവിടെയും പോകാൻ നിന്നിട്ടില്ല. വേടൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. വേടൻ അവിടെ തന്നെ ഉള്ളവർക്ക് അവിടെ തന്നെ വെച്ച് മറുപടിയും കൊടുത്തു. ഇത്രയും കാശുണ്ടാക്കാൻ പറ്റുന്ന വേടന് വേണമെന്നുണ്ടെങ്കിൽ വേടൻ്റെ കൂട്ടത്തിലുള്ള ആരെങ്കിലും പേര് പറഞ്ഞുകൊണ്ട് ഇവർ എല്ലാവരോടും കൊണ്ടുവന്നതാണ്, അതിനിടയ്ക്ക് എന്നെ നിർബന്ധിച്ച് വലിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അത് ഞാൻ വലിച്ചു പോയി, അല്ലെങ്കിൽ ഞാൻ വലിച്ചിട്ടില്ല എന്നുള്ള രീതി വേണമെങ്കിലും വേടന് പറയാം. പക്ഷേ അവിടെയും വേടൻ കള്ളത്തരം ഒന്നും കാണിച്ചിട്ടില്ല. വേടൻ പറഞ്ഞത് ഞാൻ വലിച്ചിട്ടുണ്ട് എന്നുള്ളത് വേടൻ പറഞ്ഞു. പോലീസിന് കീഴടങ്ങി. അതിനൊപ്പം തന്നെ മീഡിയയുടെ മുന്നിൽ പോകുമ്പോൾ മുഖമൊന്നും പൊത്തിയുള്ള വലിയ പ്രഹസനങ്ങളോ അല്ലെങ്കിൽ വലിയ അഭിനയമൊന്നും ഇല്ല. വേടൻ കൂളായിട്ട് തന്നെ പോയി, വന്നിട്ട് എല്ലാവർക്കുള്ള മറുപടി പറയാമെന്ന് പറഞ്ഞിട്ടാണ് വേടൻ പോയത്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് നമ്മുടെ ഏറ്റവും വലിയ താരരാജാവായിട്ടുള്ള മോഹൻലാലിൻ്റെ വീട്ടിൽ ഈ റെയ്ഡിന് പോയ സമയത്ത് ആ റെയ്ഡിൽ അനധികൃതമായിട്ട് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 4 ആനക്കൊമ്പുകൾ കണ്ടു. അപ്പോൾ ഈ 4 ആനക്കൊമ്പുകളുടെ പിന്നാലെയായി പിന്നീട് അന്വേഷണ സംഘം. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കെ ഈ കേസ് ഇങ്ങനെ നീണ്ട് ഇപ്പം 2022 അതിൻ്റെ ലാസ്റ്റ് അപ്ഡേഷൻ വന്നിരിക്കുന്നത്. ആ അപ്ഡേഷനിൽ പറഞ്ഞിരിക്കുന്നത് മോഹൻലാലിന് ആ കൊമ്പ് കൈവശം വെക്കാനുള്ള അവകാശമുണ്ട്, അത് നിയമപ്രകാരമുള്ളത് തന്നെയാണ്. മോഹൻലാൽ അതിക്രമിച്ച് കൊണ്ടുവന്നതോ അല്ലെങ്കിൽ മോഹൻലാൽ പറ്റിച്ചെടുത്തുകൊണ്ട് വന്നതോ ഒന്നുമല്ല എന്നൊക്കെയാണ് ഈ പറയുന്ന കേസിൽ പറയുന്നത്. 2015 കേന്ദ്ര സർക്കാർ ഈ കൊമ്പ് കൈവശം വെക്കുന്നതിനുള്ള ഒരു അവകാശം കൊടുത്തു എന്നൊക്കെ മോഹൻലാൽ പറയുന്നുണ്ട്. പക്ഷേ അതിനുശേഷം സംസ്ഥാന സർക്കാരിനെ സമീപിക്കുകയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഹൈക്കോടതിയിലേക്ക് ഹർജി പോവുകയുണ്ടായി. അതേപോലെ മോഹൻലാൽ അത് കൈവശം വെച്ചിരിക്കുന്ന അനധികൃതമായിട്ടല്ല, മോഹൻലാലിന് അത് തിരികെ കൊടുക്കണം എന്നുള്ള രീതിയിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞെങ്കിലും ആ ഹർജി ഹൈക്കോടതി പരിഗണിച്ചില്ല. ആ ഹർജിയും പിന്നീട് തള്ളിപ്പോവുകയാണ് ചെയ്തത്. എന്നാൽ അതിനുശേഷം 6 മാസത്തെ കേസ് നീട്ടിവെച്ചു. പിന്നീട് അതിനുശേഷം നടൻ്റെ അടുത്ത് ഹാജരാവാൻ ഇൻഫോം ചെയ്യുകയും പിന്നീട് ആ കേസുകൾ ഇങ്ങനെ, അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അപ്രൂവൽ കൊടുത്തിട്ടും കോടതി അത് അംഗീകരിക്കാതെ ഇങ്ങനെ ഈ കേസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മോഹൻലാലിനെ അറസ്റ്റ് ചെയ്യാനോ മോഹൻലാലിനെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ വീഡിയോ എടുക്കാനോ ആരും ഒരു മാധ്യമങ്ങളും തയ്യാറായിട്ടില്ല. കാരണം മോഹൻലാലിന് പിടിപാടുണ്ട്. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ നട്ടെല്ലാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. മോഹൻലാൽ, മമ്മൂട്ടി, ഇവരെ പോലുള്ള ആളുകൾ, അവരൊക്കെയാണ് ഇതിൻ്റെ രാജാക്കന്മാർ. അപ്പോൾ അങ്ങനെ ഇരിക്കെ അവരുടെ അടുത്ത് പോയി കളിക്കാനായിട്ട് ധൈര്യമില്ലാത്തതുകൊണ്ടായിരിക്കണം പോലീസും മാധ്യമങ്ങളും ഒരു കോടതിയും ഇതിനെതിരെ ശക്തമായിട്ട് നിൽക്കാഞ്ഞത്. ഇപ്പോൾ അതേ വേടൻ്റെ ഒരു വിഷയം വന്നപ്പോൾ, അത് വേടൻ്റെ പാട്ടുകളിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ പാടാനല്ല, പറയാനല്ല, പുലയനല്ല, നീ തമ്പുരാനാണെങ്കിൽ എനിക്കൊരു മൈരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേടൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വാക്കുകളിൽ കയറി കുത്തലുണ്ടായ ആളുകൾ തന്നെയായിരിക്കണം വേടനെ ഈ കൊടുക്കാനായിട്ട് പുറകിൽ നിന്നവരും എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വേടൻ്റെ വിഷയത്തിൽ ഈ നമ്മുടെ സുജയ്ക്ക് പ്രത്യേക താല്പര്യമാണ്. നമുക്കറിയാം ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു സംഭാഷണത്തിൽ ഈ നമ്മുടെ അരുൺ കുമാറും അതേപോലെ സുജയും കൂടിയുള്ള സംഭാഷണത്തിൽ സുജയ പറയുന്നുണ്ട്, അതായത് മോഹൻലാലും ഈ പറയുന്ന പൃഥ്വിരാജും ഒക്കെ രാജ്യദ്രോഹികളാണ്, അവർ അറിഞ്ഞുകൊണ്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഈ സുജയ പ്രസ്താവന ഇറക്കുന്നുണ്ട്. അപ്പോൾ സുജയ്ക്ക് പിന്നെ കൊള്ളാതിരിക്കും വേടൻ ഈ രീതിയിലൊക്കെ പ്രസ്താവന ഇറക്കി കഴിഞ്ഞാൽ, അതായത് ഈടി വരുന്ന കാലഘട്ടമാണ് സിനിമ ചെയ്താൽ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി കഴിഞ്ഞാൽ സുജയ് കൊള്ളാതിരിക്കും. സ്വന്തം പാർട്ടിയല്ലേ പറയുന്നത്. അപ്പം ആ ഒരു കൊള്ളൽ ഈ ഒരു വേടനെ പിടിച്ചു എന്നറിഞ്ഞപ്പോൾ ആ വാക്കുകളുടെ സന്തോഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാനതൊന്ന് പ്ലേ ചെയ്യാം.
പരിപാടികളിലൊക്കെ ഈ സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ചൊക്കെ വേടൻ പറഞ്ഞത് വൈറലായിട്ട് അധിക കാലമായില്ല. ആരും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത്, അത് ചെകുത്താനാണ്, മാതാപിതാക്കൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊക്കെ തൃശ്ശൂരിൽ നടന്ന ഒരു പരിപാടിയിൽ കഴിഞ്ഞ ആഴ്ചയാണ് വേടൻ പറഞ്ഞത്. ആരും ലഹരിക്ക് അടിമപ്പെടരുത്, ചേട്ടന്റെ സ്ഥാനത്ത് നിന്നാണ് ഇത് പറയുന്നത് എന്നൊക്കെ വേടൻ പറയുന്നുണ്ട്. അങ്ങനെ ഉപദേശിക്കലും ഒപ്പം സ്വന്തം വീട്ടിൽ കഞ്ചാവും ഇത് ഒത്തുപോകുന്നില്ലല്ലോ ശരൺ. സുജയ്ക്ക് നല്ല വിഷമമുണ്ട്, അതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്. കാരണം വേടനെ ഇപ്പോൾ പിടിക്കാൻ സാധിച്ചല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തോ നിഗൂഢമായ കാര്യങ്ങളുണ്ട്. കാരണം ആ ഫ്ലാറ്റിൻ്റെ സെക്യൂരിറ്റിക്കോ അവിടെ താമസിക്കുന്ന അവിടുത്തെ താമസക്കാർക്കോ ആർക്കും ഒരു പ്രശ്നം വേടനെ കൊണ്ട് ഉണ്ടായിരുന്നില്ല. ഇത്രയും നാളും വേടൻ അവിടെ താമസിക്കുമ്പോഴും ഇവരുടെ കൂട്ടുകാർ വരുമ്പോഴും ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്നൊരു ദിവസം പോലീസിനൊരു അറിയിപ്പ് കിട്ടുന്നു, ഇവിടെ വേടനും സംഘവും ഉണ്ട്, അതുകൊണ്ട് അവിടെ വേട്ട നടക്കാനുള്ള സാധ്യത കൂടുതലാണ്, നിങ്ങൾ പെട്ടെന്ന് വന്നാൽ വേട്ടക്കാരെ കയ്യോടെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു അറിയിപ്പ് കിട്ടുന്നു. അവിടെ ചെന്ന സമയത്ത് എന്തോ ഭാഗ്യവശാൽ അല്ലെങ്കിൽ വേടൻ്റെ നിർഭാഗ്യവശാൽ അവിടെ സാധനം ഉണ്ടായിരുന്നു. വേടനെയും കൂട്ടരെയും കയ്യോടെ പൊക്കി. അത് വലിക്കാനായിട്ട് 9 പേരും ഇട്ട് വെച്ചിരിക്കുന്ന കുറ്റികളൊക്കെ അവിടെ കാണാം. അതേപോലെ തന്നെ കുറേ ക്യാഷൊക്കെ ഉണ്ട്. അത് വേടൻ്റെ പരിപാടി, അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ പറയുന്ന പോലീസുകാർക്കും മാധ്യമങ്ങൾക്കും എന്താണ് ഇത്ര ഇൻട്രസ്റ്റ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ഇതിനെയൊക്കെ പറ്റി റിപ്പോർട്ടർ ചാനലിൽ നമ്മുടെ അരുൺകുമാർ പറയുന്നുണ്ട്. അതായത് ഇത്രയും വലിയൊരു കലാകാരനായിരുന്നു, ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഇരിക്കാൻ ക്വാണ്ടിറ്റിയിലുള്ള അല്ലെങ്കിൽ സാധാരണ ഒരാളുടെ കയ്യിൽ ഇരുന്നാൽ വലിയ കേസില്ലാത്തൊരു വിഷയത്തിനെ ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് എന്തിന് ഈ രീതിയിലേക്ക് മാധ്യമങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പോലീസുകാരാണെങ്കിലും പോകുന്നു എന്നുള്ളൊരു ചോദ്യം അരുൺകുമാർ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ വേടനെ എങ്ങനെയെങ്കിലും കരിവാരിത്തേക്കണം, വേടനെ എങ്ങനെയെങ്കിലും പൂട്ടണം. പക്ഷേ വേടനെ അങ്ങനെയൊന്നും പൂട്ടാൻ പറ്റത്തില്ല മക്കളെ. അത് ആദ്യം തന്നെ ഞാൻ പറയാം, പോലീസുകാരോടും കോടതിയോടും അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്. വേടൻ എന്ന് പറഞ്ഞാൽ അതൊരു തീയാണ്. ആ തീ കത്തിക്കൊണ്ടേയിരിക്കും, എത്ര വെള്ളം ഒഴിച്ചാലും കെടാത്ത തീയാണ്. അത് എരിഞ്ഞുകൊണ്ടേയിരിക്കും, നെരിപ്പോട് പോലെയാണ്, പുകയും പതിയെ പതിയെ പുകഞ്ഞ് അത് കത്തി ഒരു വലിയ തീപ്പന്തമായി മാറും. അപ്പോൾ നിനക്കൊന്നും സഹിക്കാൻ പറ്റില്ല, ഇപ്പോഴേ നിനക്കൊന്നും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പ്രഹസനങ്ങളൊക്കെ. ഇനിയും വേടനെ കൊണ്ട് കത്തി കയറാൻ പോകുന്ന സമയമാണ്. നമുക്കറിയാം ഷൈൻ ടോം ചാക്കോ, അതേ ശ്രീനാഥ് ബാസി, ഒരുപാട് വിഷയങ്ങൾ സിനിമയിൽ നടക്കുമ്പോഴും തന്തയില്ലായ്മകൾ ഒരുപാട് മുന്നിൽ നടക്കുമ്പോഴും പ്രതികരിക്കാത്ത പോലീസുകാരും നമ്മുടെ ഈ നിയമ സംവിധാന വ്യവസ്ഥയാണ് വേടൻ എന്ന് പറയുന്ന സാധാരണക്കാരൻ്റെ വിഷയത്തിൽ വന്നപ്പോൾ വലിയ രീതിയിൽ ഇടപെടുന്നത്. വേടൻ്റെ കഴുത്തിൽ കിടന്നൊരു ചെറിയ പുലിപ്പല്ല്, ആ അത് പുലിപ്പല്ലാണെന്ന് ആദ്യം വേടൻ പറയുകയുണ്ടായി. അപ്പോൾ നമുക്ക് ആദ്യം വേടൻ ആ പറഞ്ഞ കാര്യത്തെപ്പറ്റി നമുക്കൊന്ന് കേൾക്കാം, അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഇന്നലെ യുവ സംവിധായകരെങ്കിൽ ഇന്ന് 6 ഗ്രാം കഞ്ചാവുമായി വലയിലായത് ജനപ്രിയ റാപ്പർ വേടനാണ്. കഞ്ചാവ് ഉപയോഗിച്ചത് പരിപാടിക്കായി തയ്യാറെടുപ്പ് നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് വേടന്റെ മൊഴി. പോലീസ് മാത്രമല്ല വനംവകുപ്പും വേടനെതിരെ കേസെടുത്തു. വേടന്റെ മാലയിലുള്ളത് പുലിപ്പല്ലാണെന്ന് കണ്ടെത്തിയതോടെയാണ് നടപടി. റിജിത്ത്, എന്തായാലും വൈദ്യപരിശോധന പൂർത്തിയാക്കി നിലവിൽ ഇപ്പോൾ വേടനെ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ തുടർ നടപടികൾ അവിടെ നിന്നാകും ഉണ്ടാവുക. നേരത്തെ നമുക്കറിയാം രാവിലെ 11 മണിയോടുകൂടിയാണ് വേടന്റെ ഫ്ളാറ്റിൽ വെച്ച് പോലീസ് പരിശോധന നടത്തുന്നത്. അതിനിടയിലാണ് 6 ഗ്രാം കഞ്ചാവ് പിടികൂടുന്നത്. പിന്നീട് വിശദമായി നടത്തിയ പരിശോധനയിലാണ് കഴുത്തിലുള്ള മാല അത് പുലിപ്പല്ലാണോ എന്ന് സംശയമുയരുന്നു. പിന്നീട് വനംവകുപ്പ് അവിടെ എത്തി പരിശോധന നടത്തുന്നു, പുലിപ്പല്ലാണ് സ്ഥിരീകരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ, കഞ്ചാവ് കേസ് സ്റ്റേഷൻ ജാമ്യത്തിൽ ജാമ്യം കിട്ടിയാൽ പോലും പിന്നീട് ഈ പുലിപ്പല്ല്, അതായത് വനംവകുപ്പ് എടുത്ത കേസിൽ വേടനെ കുരുക്ക് മുറുകും. സ്വാഭാവികമായിട്ടും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതിൻ്റെതായ നടപടികൾ വേടന് മുന്നിലുണ്ട്. അതിനിടയിൽ വിശദമായി പോലീസ് ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിലാണ് വെയിങ് മെഷീൻ, അതോടൊപ്പം തന്നെ അരിവാൾ അടക്കമുള്ള ആയുധങ്ങൾ പിടികൂടുന്നത്. സ്വാഭാവികമായിട്ടും അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ തന്നെയാണ് പോലീസിന്റെ നീക്കം. അതെല്ലാം തന്നെ ഇനി ഹിൽ പാലസ് പോലീസ് സ്റ്റേഷൻ വെച്ച് പോലീസ് ആ ഒരു നടപടി സ്വീകരിക്കും. ഇപ്പോൾ ഈ ഒരു കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ചാൽ പോലും വനംവകുപ്പിന്റെ കേസിലും അതോടൊപ്പം തന്നെ ഈ ആയുധങ്ങൾ കണ്ടെത്തിയ കേസിലും ഇതാണ് വേടന്റെ ആ ഒരു വിഷയത്തിൽ ന്യൂസുകളിലൊക്കെ വന്നിരിക്കുന്നത്. വേടന്റെ കഴുത്തിൽ പുലിപ്പല്ലാണ് എന്നുള്ളത് വേടൻ സമ്മതിക്കുകയും പിന്നീട് ഇന്നിപ്പോൾ വേടൻ അത് മാറ്റി പറഞ്ഞു, വേടൻ അത് ഗിഫ്റ്റ് കിട്ടിയതാണ്. അത് പക്ഷേ പുലിപ്പല്ലാണോ എന്നുള്ളൊരു കാര്യത്തിൽ ഉറപ്പില്ല. പുലിപ്പല്ലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫ്രണ്ട് തന്നത്. അതൊരു ഗിഫ്റ്റായിട്ട് ഞാനത് സൂക്ഷിച്ചിരിക്കുന്നതാണെന്നാണ് വേടൻ പറഞ്ഞത്. വേടൻ്റെ എല്ലാ പരിപാടികളിലും നമുക്കറിയാം യൂണിക് ഐറ്റമായിട്ട് ആ ഒരു മാല ഇങ്ങനെ കിടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് വന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, വീഡിയോയിലെല്ലാം കാണുമ്പോൾ തിളങ്ങി നിൽക്കുന്ന ഒരു മാലയാണ്. രണ്ടും വംശനാശം സംഭവിക്കുന്ന ഒരു ജീവി തന്നെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും. അപ്പം ഇതിൻ്റെ ഏത് പല്ലിനാണ് ഇത്ര പവർ എന്നുള്ളത് നമുക്കറിയില്ല. എന്ത് തന്നെയാണെങ്കിലും ആനയുടെ കൊമ്പിന് വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പുലിപ്പല്ലും അതുപോലെ തള്ളിക്കളയേണ്ടതാണ്. അതേപോലെ 6 ഗ്രാം കഞ്ചാവ് വലിയ പ്രശ്നമൊന്നുമല്ല, എല്ലാവരെയും വെറുതെ വിടുന്നുണ്ട്. ഈ കഞ്ചാവ് പിടിക്കുന്നവരെ എല്ലാം വെറുതെ വിടും. പക്ഷേ ഇത് വേടനായതുകൊണ്ട് ആ വേടനെ എങ്ങനെയെങ്കിലും കൊടുക്കണം. അതിനുള്ള ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യത്തിന്റെ പേരിൽ മാത്രം നടക്കുന്ന ഒരു തന്തയില്ലായ്മയാണ് എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം. എന്തായാലും വേടൻ പെട്ടെന്ന് തന്നെ വരും. വേടനിലുള്ള തീ എന്തായാലും അണയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ ഫയർഫോഴ്സും വിചാരിച്ചാലും ആ തീ അണയ്ക്കാൻ പറ്റില്ല. കാരണം ആ തീ വേടന്റെ ഉള്ളിലാണ്, ആ തീ വേടനാണ്. അപ്പോൾ ആ വേടൻ എന്തായാലും കത്തിക്കൊണ്ടേയിരിക്കും. ഒന്നേക്ക് കൊന്നു കളയാനേ നിങ്ങളെ കൊണ്ട് പറ്റുള്ളൂ, അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല വേടൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ മാലയിലേത് പുലിപ്പല്ല് തന്നെയെന്ന് വേടൻ ആ വീഡിയോ കൂടി നമുക്ക് കണ്ടുനോക്കാം. വേടൻ സമ്മതിക്കുന്നതാണ്. കഞ്ചാവുമായി റാപ്പർ വേടൻ അറസ്റ്റിലായ സാഹചര്യത്തിൽ അതാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. ഏറ്റവും പുതിയതായി ഇപ്പോൾ വരുന്ന വിവരം, മാലയിലുള്ളത് പുലിപ്പല്ല് തന്നെ എന്നത് വേടൻ പറഞ്ഞിട്ടുണ്ട് എന്ന വിശദാംശം അത് പുറത്തു വരികയാണ്. ശ്യാംകുമാർ ചേരുന്നുണ്ട്. ശ്യാം, ഇത്
തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന് വേടൻ പറയുന്നു. പോലീസിനോട് ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ അത് കുറ്റകരമാണ്, അറസ്റ്റ് ഉറപ്പാണ്, അത് പരിശോധിച്ച് തെളിഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? അനുജ, തീർച്ചയായും. കാരണം വേടന്റെ മൊഴി പ്രകാരം ഇത് തായ്ലൻഡിൽ നിന്നാണ് ഈ പുലിനഖം കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് വേടൻ പോലീസിനോട് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരിക്കുന്നത്. അതൊരു സുഹൃത്ത് വഴിയാണ് കൊണ്ടുവന്നത് എന്നും അയാൾ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഒറിജിനലാണോ? കാരണം വിദേശത്ത് നിന്ന് പോലും ഒറിജിനൽ എന്ന് തോന്നിക്കുന്ന വ്യാജ ഉൽപ്പന്നങ്ങൾ, അത് ഈ പുലിയുടെ പല്ല്, നഖം, ആനവാൽ എന്നിവയൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒറിജിനൽ ആണോ എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധിക്കുന്നത്. അതിന് നേരത്തെ തന്നെ പരിശോധിച്ച് വളരെ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരാണ് കോടനാട് നിന്ന് ഇവിടെ എത്തിയത്. കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ ഇവിടെയുണ്ട്. ആ പരിശോധനയിൽ അത് ഒറിജിനൽ ആണെന്ന് തെളിഞ്ഞാൽ നിലവിലെ കേസുകളുടെ അവസ്ഥ എല്ലാം മാറും. കാരണം നേരത്തെ ഉണ്ടായിരുന്നത് അത് ഒരു 5 ഗ്രാം കഞ്ചാവും ജാമ്യം കിട്ടാവുന്ന കുറ്റവുമാണെങ്കിൽ ഇതിപ്പോൾ ജാമ്യം ലഭിക്കാത്ത കുറ്റമായി മാറി. മജിസ്ട്രേറ്റിന് പോലും ആദ്യ തവണ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജാമ്യം നൽകാൻ സാധിക്കാത്ത ഒരു കുറ്റമായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സംരക്ഷിത പട്ടികയിൽപ്പെട്ട മൃഗങ്ങളുടെ അത് അവശിഷ്ടങ്ങൾ എന്തുതന്നെയാണെങ്കിലും അത് ഉപയോഗിക്കാൻ അനുവാദമില്ല. അങ്ങനെയുള്ള കേസിൽ അറസ്റ്റ് ഉണ്ടാകും, അത് റിമാൻഡിലേക്ക് പോകേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകും. അത് വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതാണെങ്കിൽ പോലും ഇന്ത്യയിൽ അത് ഉപയോഗിക്കാൻ അനുമതിയില്ല എന്നുള്ളതാണ് നിയമം പറയുന്നത്. കണ്ടില്ല, ആ വീഡിയോയിൽ പറയുന്നത് കേട്ടില്ലേ, വേടനെ അറസ്റ്റ് ചെയ്യാം, പെട്ടെന്ന് വന്നാൽ അറസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടൊരു അറിയിപ്പ് കിട്ടി. അവർ പെട്ടെന്ന് പോയി. അവർക്ക് അവിടുന്ന് കിട്ടിയത് വേടൻ്റെ കുറേ ഫ്രണ്ട്സിനെയും കഞ്ചാവും കുറച്ച് ക്യാഷുമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അതിൽ വേടൻ്റെ കഴുത്തിൽ കിടക്കുന്ന ലോക്കറ്റിനെ പറ്റിയും മുൻകൂട്ടി ഇവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയും അതിനെപ്പറ്റി എക്സൈസിലുള്ള ഫോറസ്റ്റിലുള്ള ആളുകളൊക്കെ പെട്ടെന്ന് അവിടേക്ക് ചെല്ലുകയും അത് പുലിപ്പല്ലാണ് എന്ന് തന്നെ അവർ സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ കേസിൽ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. ഷൈൻ ടോം ചാക്കോയുടെ മുടിയും രക്തവും ഒക്കെ എടുത്തിട്ടും ഷൈൻ ടോം ചാക്കോ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇതുവരെ പുറത്തു വിടാനായിട്ട് തയ്യാറാവാത്ത മാധ്യമങ്ങളും പോലീസുകാരും ഉള്ളൊരു സ്ഥലത്ത് വേടൻ്റെ കഴുത്തിൽ കിടക്കുന്നത് പുലിപ്പല്ലാണെന്ന് നേരത്തെ മുൻകൂട്ടി അറിഞ്ഞതിൻ്റെ ഫലമായിട്ട് ആരോ ഇട്ടുകൊടുത്ത പണിയുടെ ഫലമായിട്ട് കുറച്ച് ആളുകൾ ചെല്ലുന്നു. എല്ലാ സന്നാഹങ്ങളുമായിട്ട് അവർ പോയത്, അല്ലാതെ ഒരു പരാതി കിട്ടി പെട്ടെന്ന് അങ്ങോട്ട് അന്വേഷിച്ച് പോയതല്ല. അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ വേടൻ്റെ കഴുത്തിൽ കിടക്കുന്ന പുലിപ്പല്ലാണെന്ന് വേടൻ പറയുകയും വേടൻ അതാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇത് പുലിപ്പല്ലല്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പുലിപ്പല്ലാക്കി തീർക്കുകയും ചെയ്യും നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയും പോലീസുകാരും. എന്തായാലും അത് പുലിപ്പല്ലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ വേടൻ്റെ തീ വീണ്ടും നിങ്ങൾ കാണേണ്ടി വരും. തീയിൽ നിങ്ങൾ എരിഞ്ഞു പോകും. അതുപോലത്തെ തീയായിരിക്കും വേടൻ. അത് വെച്ചൊരു പാട്ടൊക്കെ ഇറക്കാൻ സാധ്യത കൂടുതലാണ്. അതിന് വിമർശിക്കുന്നവരെ അടിച്ചമർത്തുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മുടെ എന്നുള്ളത് നമുക്ക് ഇവിടെയും തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഡോക്ടർ അരുൺകുമാർ വേടനെ പറ്റി പറയുന്നൊരു വാക്കുണ്ട്. ആ വാക്കുകൾ വളരെ സത്യസന്ധമായിട്ടുള്ള വാക്കുകളാണ്. വേറെ ഒരു മാധ്യമങ്ങളിലും പറയാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അത് ഞാനൊന്ന് പ്ലേ ചെയ്യാം. നിങ്ങളുടെ രാഷ്ട്രീയം എന്തുമാവട്ടെ, വേടൻ ഒരു വലിയ സമൂഹത്തെ സ്വാധീനിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുക്കുന്ന ഒരാൾ കൂടിയാണ്. അയാൾ ഏതെങ്കിലും തരത്തിലൊരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആണെങ്കിൽ അയാൾക്ക് അതിൻ്റെതായ ശിക്ഷ ലഭിക്കണം. പക്ഷേ നോക്കൂ, ആ 6 ഗ്രാം കഞ്ചാവ് അയാളുടേതുമല്ല, അയാൾ സന്ദർശിച്ച ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുത്തു. 9 പേരാണ് മൊത്തം കൂടി. നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 6 ഗ്രാം ഡിവൈഡഡ് ബൈ 9 എത്രയാണ് എന്ന് നോക്കൂ. നമ്മുടെ രാജ്യത്തെ NDPS ആക്ട് പറയുന്നത് എന്താ? 1 കിലോഗ്രാം വരെ ആണെങ്കിൽ അതിനെ സ്മോൾ ക്വാണ്ടിറ്റിയായും പരമാവധി 6 മാസം അല്ലെങ്കിൽ 10,000 രൂപ നിങ്ങൾക്ക് പിഴയൊടുക്കി കടന്നു പോകാവുന്നൊരു കേസാണ്. 1 കിലോഗ്രാം മുതൽ 20 കിലോഗ്രാം വരെ ആണെങ്കിൽ അത് മീഡിയമാണ്. 20 കിലോഗ്രാമിന് പുറത്താണെങ്കിൽ മാത്രമാണ് അത് 20 വർഷത്തോളം റിഗറസ് ഇംപ്രിസൺമെന്റിന് പോകുന്നത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി. നോക്കൂ, 100 കണക്കിന് കിലോ കഞ്ചാവ് കേരളത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എവിടെ നിന്നാണ് പ്രധാനമായിട്ടും വരുന്നത്? ഒഡീഷയിൽ നിന്ന്, ആന്ധ്രാപ്രദേശിൽ നിന്ന്, തെലങ്കാനയിൽ നിന്ന്. അതേസമയം മെറ്റാഫിത്തമിനും MDMA അടക്കമുള്ള മാരകമായ സിന്തറ്റിക് ഡ്രഗ്സ് വരുന്നത് എവിടെ നിന്നാണ്? ബംഗളൂരുവിൽ നിന്ന്, ഗോവയിൽ നിന്ന്. ഈ റൂട്ടിനെ കൃത്യമായി പിന്തുടർന്ന് പിടിച്ച് ആ സോഴ്സ് എന്നേക്കുമായി അവസാനിപ്പിക്കുന്നതിനു പകരം ഈ 1.5 ഗ്രാം കഞ്ചാവ് 9 പേർ 6 ഗ്രാം കഞ്ചാവ് ഉപയോഗിച്ചു എന്നത് പിടികൂടി എന്ന രീതിയിലേക്ക് ആ വാർത്ത പോകുമ്പോൾ അതിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ നിന്നത് മാറുകയും അത് കേവലം ഒരു PR ആക്ടിവിറ്റി ആയിട്ട് മാറുകയും ഇതാ ഇവിടെ എക്സൈസ് സജീവമാണ്, ഇവിടെ ഇതാ ഈ വേട്ട സജീവമാണ് എന്ന തോന്നലുണ്ടാക്കുകയും ചെയ്തു. പിടിക്കരുതെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഇപ്പോൾ പുതിയ കേസ് ചാർജ് ചെയ്യാൻ പോവാ. വീട്ടിൽ നിന്ന് വടിവാളും വാക്കത്തിയും കണ്ടെത്തിയിരിക്കുന്നത്. ഫ്ളാറ്റിൽ പിന്നെ വാക്കത്തി അല്ലാതെ വേറെന്താ വയ്ക്കുക? നമ്മുടെ വീട്ടിൽ വന്നാൽ കാണുമല്ലോ മാരകായുധങ്ങൾ. ഒന്ന് കോടാലി, വീട്ടിൽ തേങ്ങ പൊതിക്കാൻ വെച്ചിരിക്കുന്ന. കണ്ടില്ലേ, ഡോക്ടർ അരുൺകുമാർ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഡോക്ടർ അരുൺകുമാർ വേണ്ട രീതിയിൽ പ്രതികരിച്ചൊരു കാര്യം വേടന്റെ കാര്യം തന്നെയാണ്. ആ അരുൺകുമാർ പറയുന്ന വാക്കുകൾ നമുക്കറിയാം. ഇവിടെ എക്സൈസ് ഉണ്ട്, ഇവിടെ ഫോറസ്റ്റ് ഉണ്ടെന്ന് തെളിയിക്കാനായിട്ട് വലിയ രീതിയിൽ എന്തൊക്കെയോ വിപ്ലവം ഉണ്ടാക്കാനായിട്ടാണ് ഈ വേടന്റെ വിഷയത്തിൽ വന്നിരിക്കുന്നത്. അത് മാധ്യമങ്ങൾ ചെയ്യുന്ന PR വർക്കാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. സ്വന്തം ഒരു മാധ്യമത്തിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം പറയുന്നൊരു വാക്കാണത്. അതായത് മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്നൊരു PR വർക്കാണ്. ആർക്കോ വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം, വേടൻ ഇങ്ങനെയാണ്, വേടൻ ഇങ്ങനെ ആയേ പറ്റൂ എന്നുള്ള രീതിയിൽ ആ ഒരു ഉറച്ച ലക്ഷ്യത്തോടു കൂടി അതാവണം എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടി മാധ്യമങ്ങൾ മൈക്ക് നേടി പിടിച്ചുകൊണ്ട് വേടന്റെ മുന്നിൽ പോയി നിൽക്കുന്നതും അതിനുവേണ്ടി തന്നെയാണ്. അത് നമുക്ക് ആ വാർത്തകളെല്ലാം കാണുമ്പോഴേ അറിയാം. വേടനെ എങ്ങനെയെങ്കിലും കരിവാരിത്തേക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം. പക്ഷേ ഇതുകൊണ്ടൊന്നും വേടൻ വാടില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് ഞാൻ പറയാൻ സാധിക്കും. കേരളത്തിലെ ജനങ്ങളെല്ലാവരും വേടനൊപ്പം തന്നെയുണ്ട്. കേരളത്തിലെ എല്ലാ യുവജനതയും വേടനൊപ്പം തന്നെയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ കമന്റ് ബോക്സിലും അല്ലാതെ എല്ലാ കമന്റ് ബോക്സിലും നമുക്കത് കാണുമ്പോഴേ മനസ്സിലാവും. 6 ഗ്രാം കഞ്ചാവ് കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ എങ്ങനെ അറസ്റ്റ് ചെയ്യും? അപ്പോൾ അയാളുടെ കഴുത്തിൽ കിടന്നത് പുലിപ്പല്ലാണെന്നും അയാളുടെ വീട്ടിൽ
മാരകായുധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം അത് 5 വർഷമായിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നതായിരുന്നുവെന്നും പിന്നീട് കഞ്ചാവ് വിൽപ്പന ഉണ്ടായിരുന്നു എന്നുള്ളതായിട്ടും എല്ലാം നമ്മുടെ പോലീസുകാർ അങ്ങ് എഴുതി ചേർത്തിട്ടുണ്ട്. എങ്ങനെയും കൊടുക്കണം, എങ്ങനെയും പുറത്ത് വിടരുത്. അവൻ ഒന്നുമില്ലാത്തവൻ, അവൻ ഏറ്റവും താഴെ ജാതി കിടന്നവൻ, അവൻ അവിടെ തന്നെ നിന്നാൽ മതി, അവൻ മുകളിലേക്ക് വരണ്ട. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് വേടൻ എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല. ആ വേടൻ എന്ന് പറയുന്ന മനുഷ്യൻ അവൻ ഇത്രയും ആയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ ഒറ്റ കഴിവുകൊണ്ടാണ്. അതിനിടയിൽ ആരെങ്കിലും തടയിടാൻ വന്നാലും അത് സംഭവിക്കില്ല. അവൻ ഇത്രയൊക്കെ ആക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ ഇനിയും അവന് മുന്നോട്ട് പോകാൻ അവന് നല്ല രീതിയിൽ അറിയാമെന്നുള്ളൊരു കാര്യം ഈ സമയത്ത് ഞാൻ പറയുകയാണ്. ഈ കാര്യത്തെപ്പറ്റി തന്നെ റിപ്പോർട്ടർ ചാനലിൽ സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന ഒരു അവതാരകയുണ്ട്. പുള്ളിക്കാരി പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കുകൂടി നമുക്ക് കേട്ട് അതുകൂടെ കേൾക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ വേടനെ പറ്റി പറയുന്ന വാക്കുകളാണ്, അതുകൂടെ കേട്ട് പോകാം. വേടൻ എന്ന ഗായകൻ, അയാൾ വന്ന ബാക്ക്ഗ്രൗണ്ട്, അയാൾ കടന്നു വന്ന സാഹചര്യം, അതൊക്കെ തന്നെയും വലിയ രീതിയിൽ ഇപ്പോൾ ഈ പിടികൂടി എന്ന വാർത്തയ്ക്ക് ശേഷം വിമർശനങ്ങൾ വരുന്നുണ്ട്. കാരണം 6 ഗ്രാം കഞ്ചാവുമായിട്ട് 9 പേരെയാണ് ഒരു ഫ്ലാറ്റിൽ നിന്ന് പിടികൂടുന്നത്. ആ ഫ്ലാറ്റ് എന്ന് പറയുന്നത് വേടൻ്റെ ഫ്ലാറ്റല്ല. അവിടെ ഈ സംഗീത റിഹേഴ്സലിന് വേണ്ടി പോകുന്ന സുഹൃത്തിൻ്റെ ഫ്ലാറ്റാണ്. അവിടെ 9 പേരിൽ നിന്നും 6 ഗ്രാം എന്ന് പറയുന്നത്, 6 ഗ്രാം എന്ന് വെച്ചാൽ ഒരു ബീഡി തെറുക്കാനുള്ള അത്രയും ഇല്ല എന്നാണ് ഈ കഞ്ചാവിനെ പറ്റി അറിയുന്ന ആളുകൾ പറഞ്ഞത്. അപ്പോൾ അത്രയും കുറവാണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ പേരിൽ വലിയ ഹൈപ്പ് ഉണ്ടാക്കുക. വേടൻ്റെ കൂടെ ഉണ്ടായിരുന്ന 9 പേരുടെ പേര് ആർക്കും അറിയില്ലല്ലോ. വേടൻ എന്ന ഗായകനെ മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ ആ ഗായകൻ ഈ സംഗീത പരിപാടികളിലൊക്കെ മുന്നോട്ട് വെച്ചതിന് ഒരു കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ എതിർക്കുന്നവരാണ് വലിയ തോതിൽ വേടൻ പിടികൂടിയതിനെ ആഘോഷിക്കുന്നത് എന്നൊരു വിമർശനം കൂടി വരുന്നുണ്ട്. കഞ്ചാവാണോ രാസലഹരിയാണോ എന്ന ചോദ്യം വരുമ്പോൾ ഈ വേടൻ തന്നെ നേരത്തെ നൽകിയ സന്ദേശത്തിൽ ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കരുത്, അത് ചെകുത്താനാണ് എന്ന് പറയുമ്പോൾ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നാണ് അയാൾ പറയുന്നത്. നിങ്ങളുടെ അപ്പനമ്മമാർ എൻ്റെ അടുത്ത് വന്ന് പറയുന്നു, അതിൽ നിന്നും നിങ്ങളെ അകറ്റണം എന്ന് പറയുന്നു, ഉപദേശിക്കാൻ പറയുന്നു. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ രൂപത്തിൽ നിങ്ങളോട് പറയുകയാണ് എന്നൊരു ഉപദേശ രൂപേണയാണ് അയാൾ പറയുന്നത്. അപ്പോഴും അത് കഞ്ചാവല്ല, അത് സിന്തറ്റിക് ഡ്രഗാണ്. അതാണ് ഏറ്റവും അപകടകരം. അയാളുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നതെങ്കിൽ ഒരുപക്ഷെ അയാൾ അത് ഉപയോഗിച്ച് കടന്നു പോയിട്ടുണ്ട്. കണ്ടില്ലേ, ലോകം മുഴുവനും ഓടി നടന്ന് പ്രോഗ്രാം ചെയ്യുന്ന വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ. ആ കലാകാരൻ തനിക്കുണ്ടായ കാര്യങ്ങൾ അല്ലെങ്കിൽ താൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി ഒരു സന്ദേശം നമ്മുടെ സമൂഹത്തിലേക്ക് കൊടുക്കുമ്പോൾ, അതും വേടനെ ഇത്രയധികം ഒബ്സർവ് ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരു ജനക്കൂട്ടങ്ങൾക്കിടയിലേക്കാണ് വേടൻ ആ ഒരു സന്ദേശം കൊടുക്കുന്നത്. അത് എത്രത്തോളം നമ്മുടെ ഈ യുവജനതയെ അത് ആകർഷിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട. അപ്പോൾ അവരും ഇതിലേക്കൊക്കെ കടക്കുന്നുണ്ടെങ്കിൽ വേടൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് അവരൊക്കെ അതിൽ നിന്ന് പിന്മാറാം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഈ കനകക്കുന്നിൽ വേടൻ്റെ പ്രോഗ്രാം കാണാൻ പോയപ്പോൾ മരത്തിൻ്റെ മുകളിലൊക്കെ കുറേ പേര് കയറി. ഈ സൈഡിലൊക്കെ നോക്കിയ വീഡിയോ കാണാം. പോലീസുകാർ വന്ന് പലതവണ പറഞ്ഞിട്ട് അവരിറങ്ങിയില്ല. പക്ഷേ വേടൻ പറയണടാ മക്കളെ, അവിടെ നിന്ന് ഇറങ്ങണ, പരിപാടി ഉണ്ട്, ഇത് ചെയ്തില്ല എനിക്കിനി വീട്ടിൽ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല, നിങ്ങളൊക്കെ ഒന്ന് ഇറങ്ങടാന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർ പറഞ്ഞപ്പോൾ പോലും ഇറങ്ങാത്ത ആളുകൾ വേടൻ്റെ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ ചാടി ഇറങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ആ വേടൻ എന്ന് പറയുന്ന വ്യക്തി ന്യൂജൻ തലമുറയെ എത്രത്തോളം ആകർഷിക്കുന്നുണ്ടെന്നും വേടൻ പറയുന്ന വാക്കുകൾ എത്രത്തോളം അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്നുള്ളതിൻ്റെ ഉദാഹരണമൊക്കെ തന്നെയാണ്. അത് ഒരു ചെറിയ ഉദാഹരണം മാത്രമാണത്. അപ്പോൾ ഈ ഇദ്ദേഹം സ്മൃതി പരുത്തിക്കാട് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴും വേടൻ ഓടി നടന്ന വേടൻ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് വേടൻ അത് കലാപരമായിട്ട് അതിനെപ്പറ്റി എല്ലാം സംസാരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരു സന്ദേശം കൊടുക്കാനായിട്ട് വേടൻ ശ്രമിക്കുന്നുണ്ട്. അത് ഏത് പ്രോഗ്രാമിന് പോയാലും വേടൻ ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് വേടൻ പറയുന്നുണ്ട്, കഞ്ചാവ് ഉപയോഗിക്കുന്നത് തെറ്റല്ല എന്നുള്ള രീതിയിലും. അത് കഞ്ചാവ് ഉപയോഗിക്കുന്നത് തെറ്റല്ല എന്നല്ല, കഞ്ചാവിനെ പറ്റി വേടൻ പറയുന്നില്ല. കാരണം അദ്ദേഹം അത് ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കും. അദ്ദേഹം ആ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് സംസാരിച്ചതുമല്ല, അദ്ദേഹം അത് ഓപ്പണായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞതുമാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ ഇതിനെ മാധ്യമങ്ങൾ എങ്ങനെയെങ്കിലും വളച്ചൊടിച്ചത് വലിയ വിഷയമാക്കണം. അത് വലിയ ട്രെൻഡിങ്ങിൽ പോകുന്നൊരു കേസായതുകൊണ്ട് തന്നെ ഇപ്പോൾ കത്തി നിൽക്കുന്നതും വേടനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേടൻ എങ്ങനെയെങ്കിലും ഈ പരിപാടികളൊക്കെ ഇല്ലാണ്ടായി വേടൻ എങ്ങനെയെങ്കിലും അവൻ്റെ ആ പഴയ കാറ്റഗറിയിൽ തന്നെ അവൻ ഇരിക്കട്ടെ എന്നുള്ളൊരു ഉറച്ച നിലപാടാണ് മാധ്യമങ്ങളുടെ, നമ്മുടെ രാഷ്ട്രീയക്കാരുടെ. അപ്പോൾ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു 4-5 വർഷമായിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ന്യൂസ് ഇപ്പം മാധ്യമങ്ങളൊക്കെ കുത്തിപ്പൊയ്ക്കൊണ്ട് വരുന്നുണ്ട്. പിന്നെ വേടൻ്റെ മുൻപുണ്ടായിരുന്നൊരു മീറ്റു ആരോപണ കേസുണ്ട്, അതും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് നമുക്കറിയില്ല. മറ്റു പലർക്കും പല വിഷയങ്ങളുണ്ടായിട്ട് അതൊന്നും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നില്ല ആരും. ഈ ഷൈൻ ടോം ചാക്കോയുടെ വിഷയം വന്നപ്പോഴും ഇങ്ങനെയൊന്നുമുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതിനുശേഷം ഒരു മന്ത്രിയുടെ ഒരു പ്രസ്താവനയുണ്ട്, അതുകൂടെ ഞാനൊന്ന് പ്ലേ ചെയ്യാം. വേടൻ്റെ കേസ് ഞാൻ പറഞ്ഞ രാവിലെ ഇല്ലായിരുന്നു. വേടൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു പുലിനഖം കണ്ടെത്തി. അത് അദ്ദേഹത്തിന് സമാനമായി ഉപഹാരമായി കിട്ടിയതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വിവരം ഫോറസ്റ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് പോലീസാണ്. പോലീസ് മറ്റൊരു കേസിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന സമയത്താണത് കണ്ടെത്തിയത്. ആ കണ്ടെത്തലിനെ തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പോയി പരിശോധിക്കുകയും അത് പുലിനഖമാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് നിലവിലുള്ള നിയമത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ആ നിയമത്തിന് വിരുദ്ധമായി ചെയ്ത നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ആ നിയമം വെച്ചുള്ള കേസ് ചാർജ് ചെയ്ത് കുറ്റപത്രം സമർപ്പിക്കാനാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി കുറ്റപത്രം സമർപ്പിക്കാനാണ്
വനം വകുപ്പ് ആലോചിക്കുന്നത്. അത് ഗിഫ്റ്റ് കെ ശശീന്ദ്രൻ എന്നാണ് പേര്. എന്തൊക്കെയാണ് ഈ പറയുന്നത്? പുലിനഖ വന്നു, പുലിപ്പല്ലെന്നാണ് ആദ്യം പറഞ്ഞത്. പുലിനഖാണെന്ന് തോന്നുന്നത്. കുറ്റപത്രം സമർപ്പിക്കാൻ പോവുകയാണ്. ഷഹബാസിന്റെ കേസിൽ ഇപ്പോൾ നടന്നിട്ട് 2 മാസത്തോളമായി. അപ്പോൾ അതിന്റെ കുറ്റപത്രം ഇതുവരെയും സമർപ്പിക്കാൻ കഴിവില്ലാത്ത പോലീസുകാരാണ് വേടനെ ഇന്നലെ പിടിച്ച് ഇന്നുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയെങ്കിലും പെട്ടെന്ന് വേടനെ ഇതിൽ നിന്ന് ഒതുക്കി തീർക്കണം, വേടനെ ഇവിടെ കൊണ്ട് വേടന്റെ പരിപാടി തീർക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം ഈ മാധ്യമങ്ങളുടെ ഇന്റൻഷനും നമ്മുടെ സർക്കാരിന്റെ ഇന്റൻഷനും അതേപോലെ ഒരുപാട് കാര്യങ്ങൾ. സർക്കാരിന് പരിപാടി കൊടുക്കത്തില്ലെന്നൊക്കെ പറയാം. സർക്കാരിന്റെ പരിപാടി കിട്ടിയാൽ വേടന് നഷ്ടമില്ല. കാരണം സർക്കാരിന്റെ പരിപാടി എന്ന് പറയുമ്പോൾ ഇത്ര നക്കാപ്പിച്ച കാശും കൊടുക്കും, വേടൻ വന്ന് പരിപാടി ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയാണ്. അത് വേടൻ അത് ഇല്ലാതിരിക്കുന്നതന്നെ നല്ലത്. എന്തായാലും വേടൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വേടനെ കാണാനായിട്ട് ഒരു കൂട്ടം ജനതയുണ്ട് കേരളത്തിൽ. അതേപോലെ തന്നെ വേടന്റെ ഈ ഒരു തിരിച്ചുവരവിനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ കമന്റുകൾ നമുക്ക് കമന്റ് ബോക്സ് നോക്കി അറിയാൻ സാധിക്കും. എന്തായാലും വേടനെതിരെ ഈ നടന്നിരിക്കുന്നത് ഒരു പകപോക്കലാണ്. ആ പകപോക്കൽ ആരൊക്കെ കൂടി നടത്തി എന്നുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് വ്യക്തമല്ല. പക്ഷേ ഇതിൽ കൃത്യമായിട്ടുള്ള ആസൂത്രണമുണ്ട്. ആസൂത്രണത്തിന്റെ ഫലമായിട്ട് അതിന് കൂടെ നിൽക്കാനായിട്ട് നമ്മുടെ പോലീസും അതേപോലെ നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയുമുണ്ട്. എങ്ങനെയെങ്കിലും ഇത് ഒതുക്കി തീർക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി, വേടനെ ഒതുക്കി തീർക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടന്ന ഒരു ഒറ്റ പരിപാടിയാണ് ഈ ഒരു സെർച്ച്, അതേപോലെ തന്നെ വേടന്റെ അറസ്റ്റ് എന്നൊക്കെ പറയുന്നത്. എന്തായാലും വേടൻ വന്നിട്ട് എല്ലാ കാര്യങ്ങളെപ്പറ്റി പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വിമർശിക്കുന്നവരെ അടിച്ചൊതുക്കുന്ന നമ്മുടെ ഒരു രാഷ്ട്രീയം അതിനി അധികം നാൾ വില പോവില്ല. അല്ലെങ്കിൽ അതിനി പൊക്കോണ്ടിരുന്ന് കഴിഞ്ഞാലും അത് നമുക്ക് തന്നെ വലിയൊരു ആപത്തിന് കാരണമാവും എന്നുള്ളൊരു കാര്യം ഞാൻ ഈ ഒരു സമയത്ത് പറയുകയാണ്.